ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ചരിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇത് USA ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ്. ഇത് മാർക്കറ്റ് ക്രാഷ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ ഒരു കറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ള കാര്യം വെച്ചാൽ കാനഡയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. കാനഡയിൽ പുതിയ, അതായത് ജസ്റ്റിൻ ട്രൂഡോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വരാനുള്ള സാധ്യതയാണ്. അപ്പൊ അതിന് ആ പാർട്ടിയിൽ, ലിബറൽ പാർട്ടിയിൽ വിജയിയായിട്ട് വന്നിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യൂർ എക്കണോമിസ്റ്റ് ആണ്. ഈ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ എക്കണോമിസ്റ്റ് ഒന്നുമില്ല. ഇത് ട്രംപിന് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പം പുള്ളി വന്ന ഉടനെ തന്നെ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്പീച്ച് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്പീച്ചാണ്. ട്രംപ് തീർച്ചയായിട്ടും ഈ ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കി പോവാം. ഇപ്പൊ USA സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8.8% ഫെബ്രുവരി 19 മുതൽ ഇങ്ങോട്ട് ചെരിഞ്ഞുകൊണ്ടാണ് വരുന്നത്, താഴോട്ടാണ് വരുന്നത്. ഡൗൺഫോൾ, നഷ്ടത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 350 ലക്ഷം കോടി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 350 ലക്ഷം കോടിയുടെ നഷ്ടമാണ്. അതാദ്യം മനസ്സിലാക്കിക്കോണം. പൈസ നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അറിയാലോ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അത് ഒരു റിയാലിറ്റിയാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. നാഷ്ഡാക്ക് ഇന്നലെ മാത്രം ഏതാണ്ട് 4% ആണ്. മൊത്തത്തിൽ നമ്മൾ ഓവറാൾ ഒരു ഫെബ്രുവരി വെച്ച് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 10% നാഷ്ഡാക്ക് പിന്നെ താഴോട്ട് പോയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ റീസൺ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രംപിന്റെ പുതിയ പോളിസി നയങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റുമായിട്ട് ഒരു ട്രസ്റ്റ് ഇല്ലായ്മ, ഒരു അൺസർട്ടനിറ്റി, മാർക്കറ്റ് എപ്പോഴും കയറി ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് നമ്പർ 1 ആയിട്ട് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രണ്ടാമത്തെ വിഷയം, മാർക്കറ്റിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേടി, ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്. ആ ഫിയർ ഫാക്ടർ കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ, ചില സ്റ്റോക്കുകളുടെ വാല്യൂ, അതായത് ഇപ്പോൾ സ്റ്റോക്ക് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ചില കമ്പനികൾ ഉണ്ടാവും, അവരുടെ ബ്രാൻഡ് വാല്യൂ കൊണ്ട് മാത്രം അതിന്റെ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പായി നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്റ്റോക്കുകൾ കുറെ ഉണ്ട് US. അങ്ങനെ ബ്രാൻഡ് വാല്യൂ ഉള്ള സ്റ്റോക്കുകൾ, ആ പർട്ടിക്കുലർ വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള സ്റ്റോക്കുകൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നതിനോടുള്ള ചില വിയോജിപ്പുകൾ, ആ രീതിയിലുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ്. ഈ 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഈ 3 കാരണങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഊന്നി പറയാനുള്ളത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ മാർക്കറ്റ് കുറെ നാൾ കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് വരുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ 500 എന്ന് പറഞ്ഞ കാറ്റഗറിയുള്ള കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തുന്നത്. ഇതിനകത്ത് ടെക് കമ്പനികളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 2-3 കമ്പനികളെ വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ടെസ്ല എന്ന് പറഞ്ഞ കമ്പനി ഏതാണ് 125 ബില്യൺ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടെസ്ല എന്ന് പറഞ്ഞ കമ്പനി 125 ബില്യൺ. അതുപോലെ ആപ്പിൾ, ആൽഫബറ്റ്, ഇതുപോലത്തെ കമ്പനികളെല്ലാം 5% ലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡെൽറ്റ എയർലൈൻ 14% താഴോട്ട് പോയിരിക്കുകയാണ്. 14%, ഏകദേശം ഈക്വൽ ടു ടെസ്ല. ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇതിനിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, മാർക്കറ്റിന്റെ അൺസർട്ടനിറ്റി. ഇതിന്റെ പ്രധാനമായിട്ട് ഇപ്പൊ ചൈനയുമായിട്ട് ട്രേഡ് വാർ ലിറ്ററലി ഏത് നേരത്ത് തുടങ്ങും എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. നീ ഇപ്പൊ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏതെങ്കിലും രാജ്യത്തിന് ഒരു താരിഫ് ഇട്ട് നീ തുടങ്ങ്, അല്ലെങ്കിൽ താരിഫ് ഇടാതിരിക്കൂ. നീ താരിഫിനെ എടുത്ത് സ്ട്രാറ്റജിക് ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, താരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എക്കണോമിയുമായിട്ട്, ഒരു രാജ്യത്തിന്റെ ഒരു GDP-യുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇൻവെസ്റ്റേഴ്സ് ഇതിനെ ഫോക്കസ് ചെയ്യും. കാരണം നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ട് എടുക്കണം. ഓക്കെ, ഞാൻ ഇന്ന് മുതൽ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാണ്. കാരണം ഇത് എക്കോണമി ആണല്ലോ. എക്കോണമിയിൽ കൈവെക്കുമ്പോഴത്തേക്കും അത് നിന്റെ ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ അതും ഇതും തമ്മിൽ കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ വെച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിരിച്ചടി വരും എന്നുള്ളത് ഇത് ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇപ്പം ലോകത്തിന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് എടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ എക്കോണമിയാണ്. എക്കോണമിയെ കൊണ്ട് ജിയോ പൊളിറ്റിക്സിൽ നീ വേറെ പല രീതിയിലുള്ള ഗിമ്മിക്ക് ഗെയിമുകളൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഈ എക്കോണമി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ തിരിച്ചടി വരും എന്നുള്ളത് ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ അങ്ങനെ തിരിച്ചടിയാണ് ഇപ്പൊ US നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഈ ഒരു താരിഫ് പോളിസിയിലെ താരിഫ് ത്രെട്ട്, ആ താരിഫ് ത്രെട്ടിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് പൊതുവിലുള്ള വിദഗ്ധർ അതാണ് വിലയിരുത്തുന്നത്. ഇങ്ങനെ ഈ താരിഫിനെ കുറിച്ചും ഈ ടെസ്ലയെ കുറിച്ചൊക്കെ ഞാൻ ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ തിരിച്ചടികൾ നേരിടും എന്നുള്ളത് വീഡിയോ ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യാം, നിങ്ങൾ അതും കൂടെ നോക്കിക്കോ. എന്നാൽ ഈ ടെസ്ല എങ്ങനെയാണ് താഴോട്ട് പോകാൻ പോകുന്നതിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി 1 മാസത്തിന് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്, ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുതിയ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആവാൻ പോകുന്ന മാർക്ക് ഹെർനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചില്ലറക്കാരനല്ല, നല്ല ഹൈ പ്രൊഫൈലാണ്. ഈ ട്രൂഡോയെ പോലെയല്ല. വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ എല്ലാവരെയും പറയുന്ന പോലെയല്ല. അയാളുടെ പ്രൊഫൈല് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. പുള്ളി ഇന്നലെ കൊടുത്ത സ്പീച്ചിൽ തന്നെ പറഞ്ഞത് അമേരിക്ക ഇസ് നോട്ട് കാനഡ. അമേരിക്ക ഒരിക്കലും കാനഡ ആവില്ല. അമേരിക്ക ഒരു മെൽറ്റിംഗ് കൺട്രിയാണ്. അമേരിക്ക നിരന്തരം ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. കാനഡ ഒരു മൊസൈക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാനഡയ്ക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അമേരിക്കയ്ക്ക് അതില്ല. നമ്മളുടെ കയ്യിലിരിക്കുന്ന അസറ്റുകൾ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും നോക്കിയിരിപ്പുണ്ട്. അതിലൊന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. തികച്ചും ഒരു എക്കണോമിസ്റ്റിന്റെ തലച്ചോറാണ് ഇനി കാനഡ ഭരിക്കാൻ പോകുന്നത്. പുള്ളി ഓപ്പൺലി ഓൾറെഡി തന്നെ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ടൈപ്പ് ബെറ്റർ ആക്കും എന്നുള്ള രീതിയിലും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എക്കണോമിസ്റ്റിന് വേണ്ട എല്ലാ രീതിയിലുള്ള സകലമായ ഐഡിയയോടും കൂടിയാണ് ഈ ഒരു
വ്യക്തി ഈ ഒരു മാർക്ക് പൊസിഷനിൽ വരുന്നത്. ഇനി കാനഡ ഏത് രീതിയിൽ ചിന്തിക്കും എന്നുള്ളത് നമ്മൾ ട്രംപിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ടും എക്കണോമിക്കലി തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളാണ് കാനഡയിലോട്ട് വരുന്നത്. 2008 മുതൽ 2013 വരെ കാനഡയിലെ ഗവർണറാണ്. അതായത് കാനഡയിൽ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണറില്ലേ, അതുപോലെ ഗവർണർ പോസ്റ്റിംഗിലാണ് പുള്ളി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2013 മുതൽ 2020 വരെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണർ ആയിരുന്നു എന്നും കൂടെ നമ്മൾ മറക്കരുത്. അതും കൂടെ ഞാൻ പറഞ്ഞു പോകും. 1988 ഹാർഡ്വേർഡ് എന്നാണ് എക്കണോമിക് ബാച്ചിലർ ബിരുദം കരസ്ഥമാക്കുന്നത്. 1993 ഓക്സ്ഫോർഡ് എന്ന് ഈ ബിരുദാനന്ദ ബിരുദം ഇതേ എക്കണോമിക്സിൽ തന്നെയാണ് കരസ്ഥമാക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ, അതായത് ഹാർവേർഡ്, അതുപോലെ ഓക്സ്ഫോർഡ്, പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡോക്ടറേറ്റും കൂടെ പുള്ളി ചെയ്തിട്ടുണ്ട്. 1995 പുള്ളി എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ക പ്രൊഫൈൽ സെറ്റ് ആണ്. അതിനുശേഷം പുള്ളി വർക്ക് ചെയ്തിരുന്നത് ഗോൾഡ്മാൻ സാച്ചസ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലാണ്. ഗോൾഡ്മാൻ സാച്ചസ് എന്ന് പറഞ്ഞ വലിയ പ്രധാനപ്പെട്ട സുപ്രധാന കമ്പനിയിലാണ് പുള്ളി ജോലി ചെയ്തിരുന്നത്. ആ രീതിയിലുള്ള വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് കാനഡയിൽ വരുന്നത്. പുള്ളിയുടെ ഫസ്റ്റ് ഡേ സ്പീച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പുള്ളിയെ കുറിച്ച് റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഇനി ആക്ഷൻ പ്ലാൻസും ഇനി വരാൻ പോകുന്ന പദ്ധതികളൊക്കെ എന്താണെന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയണം. നമുക്ക് വരാൻ പോകുന്ന സംഭവം എന്താണ്? ഇപ്പൊ അമേരിക്കയിൽ ഇതേപോലെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. നമുക്ക് വരാൻ പോകുന്നത് എന്താണ്? നമുക്കിത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ യെസ്, നമുക്കിത് ഇമ്പാക്ട് ഉണ്ടാക്കും. ഇന്ത്യക്ക് വരുന്ന ഏപ്രിൽ 2-ാം തീയതിയാണ് ട്രംപ് ഡേറ്റ് കുറിച്ച് വെച്ചിരിക്കുന്നത്. എന്തിനാണ്? റെസിപ്രോക്കൽ താരിഫിന്. നിങ്ങൾ നമുക്ക് 100% ഇട്ട് കഴിഞ്ഞാൽ നമ്മളും നിങ്ങൾക്ക് 100% ഇടും. ഇതാണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെസിപ്രോക്കൽ താരിഫ് ഇടും. പക്ഷെ ചൈനയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെ നിരുപാധികം അങ്ങോട്ട് നീ ഇടുന്നെങ്കിൽ ഇട്ടോ, ഞാനും ഇടും എന്നുള്ള രീതിയിൽ പകരത്തിന് പകരമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇന്ത്യയാണ് ഒറ്റ കൺട്രി നേരെ അവിടെ പോയി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഏത് രീതിയിൽ നെഗോഷിയേഷൻ ഒക്കെ കംപ്ലീറ്റ് ആവും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഏപ്രിൽ 2 വരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും അൺസർട്ടനിറ്റിയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റും ഇങ്ങനെ ആടി ഒളിഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോകുക. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റും ഇതേപോലെ തന്നെ ഒരു കറക്ഷൻ ഫേസിലാണ്. ക്രാഷ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കറക്ഷൻ മോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അൺസർട്ടനിറ്റി നിലനിൽപ്പുണ്ട്. പിന്നെ ഇന്ത്യക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ മാർക്കറ്റിന്റെ അൺസർട്ടനിറ്റി കൊണ്ട് കുറെ ഫണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് പോയി. ഇതിനകത്ത് ഗ്രോത്ത് വരുമോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള രീതിയിലുള്ള പേടി കൊണ്ടാണ് അവർ ഇതെല്ലാം പിൻവലിച്ചത്. 24,000 കോടിയാണ് പിൻവലിക്കപ്പെട്ടത്. 24,000 കോടി. ഇതിന്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിൽ 50% ഇതേപോലെ US-ൽ നിന്നും ഈ FPI മോഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ആ ഫണ്ട് പിൻവലിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു ആഘാതം എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് തന്നെ ഇപ്പൊ 24,000 കോടി ഓൾറെഡി പിൻവലിച്ചു. ഇനിയിപ്പോ കിടക്കുന്ന കുറച്ച് ഫണ്ടുകളും കൂടെ പിൻവലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥയിൽ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റും കൂപ്പുകുത്തും. പിന്നെ സ്റ്റെബിലൈസ്ഡ് ആയി മുകളിലോട്ട് വരും, അതൊക്കെ വേറൊരു കാര്യം. പക്ഷെ ആ ഒരു മൊമെന്റ്, ആ ഒരു ഫേസ് നമ്മൾ കടന്നു പോകണം. അത് തീർച്ചയായിട്ടും നമുക്ക് റിസ്ക് തരുന്ന ഒരു ഫേസ് തന്നെയാണ്. അപ്പൊ ഇതേപോലെ ഗോൾഡ്മാൻ സാച്ചസ് എന്ന് പറഞ്ഞ കമ്പനി പ്രെഡിക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ഏപ്രിലില് സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പ് കുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രെഡിക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രഡിക്ഷൻ ആണ്, ഞാനത് ഉറപ്പിച്ച് പറയുന്നതല്ല. ഇത് ഗോൾഡ്മാൻ സാച്ചസ് എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്പേർട്ട് കമ്പനിയാണ് വിലയിരുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോ ഇതിനെ മറികടക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ കൂടുതൽ പ്രൊഡക്ഷൻ, ഇന്റർണൽ പ്രൊഡക്ഷൻ കൂട്ടുക. പിന്നെ ഇതിലുപരിയായിട്ട് നമ്മളുടെ R&D ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യാൻ പറ്റുക ഇതിനകത്ത്. അല്ലാതെ ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സ്റ്റേബിൾ ആയിരിക്കണം. നമ്മുടെ മാർക്കറ്റ് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടാവണം. നമുക്ക് റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുന്നത്? അവർ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കുറെ പ്രോഡക്ട്സിനൊക്കെ അവരുടെ കയ്യിൽ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ അത് വലിയ മാർക്കറ്റിൽ വലുതായിട്ട് അങ്ങ് ഉപയോഗിക്കത്തില്ല, ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല. പക്ഷെ ചിലപ്പോൾ 10 ദിവസമോ 8 ദിവസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും. പക്ഷെ അവരുടെ കയ്യിൽ റീപ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ട്. അത് തന്നെയാണ് അവർ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായിട്ട് അമേരിക്കയെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ അവർക്ക് ഉണ്ടാവുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്ക് റീപ്ലേസ്മെന്റ് ലെവൽ ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ വേറൊരു പ്രോഡക്റ്റ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് ഇല്ല. റീപ്ലേസ്മെന്റിന് അങ്ങനെ ഇല്ല. കാരണം നമ്മൾ അങ്ങനെ കോപ്പി അടിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചില എത്തിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനൊരു സ്റ്റെബിലിറ്റി വരും. പക്ഷെ അത് ചൈനയുടെ ഒരു ബൂമിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അൺസ്റ്റേബിൾ ആയിരിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നല്ല രീതിയിലുള്ള പീക്കിലുള്ള ഹീറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പൊ ഹീറ്റും ബിസിനസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ യെസ്, ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ട്. കാര്യം സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊന്നും പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഫുഡ് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ലൈഫ് കുറയും. ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി കുറയുന്നത് കൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഒക്കെ ഇപ്പം 4 ദിവസം 5 ദിവസം വെക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഒക്കെ ചിലപ്പോൾ ഈ ചൂട് കൊണ്ട് 2 ദിവസത്തിലൊക്കെ അവർ ലൈഫ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ അവൈലബിലിറ്റി, ഈ പ്രോഡക്റ്റിനെ റൊട്ടേഷനിൽ കൊണ്ടുവരുന്ന ഒരു ഷോർട്ടേജ് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില ഫ്ലോപ്സ് എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും മാർക്കറ്റിൽ. അപ്പൊ ഇത് ക്ലൈമറ്റ് തീർച്ചയായിട്ടും നമ്മളുടെ
പിന്നെ ട്രംപിന്റെ ഒരു അനൗൺസ്മെന്റ് കൊണ്ട് സംഭവിക്കുന്ന വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് നിത്യേന ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം ഇപ്പോൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡെയിലി 200-300 വെച്ചിട്ട് ഗോൾഡ് പ്രൈസ് അങ്ങ് ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗോൾഡ് മാത്രമല്ല, ആൾക്കാർ ഇപ്പൊ സിൽവറിലും കൂടെ വെള്ളിയിലും കൂടെ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിരിക്കുകയാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഒഴിവാക്കിക്കൊണ്ട് വെള്ളിയിൽ പോകുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരിക്കലും കുറച്ച് കാണുന്നതല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എപ്പോഴാണോ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞ് താഴോട്ട് വരുന്നത്, ഇതാണ് നല്ല സമയം ഇൻവെസ്റ്റേഴ്സിന്. ലോങ് ടേം നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴാണ് താഴോട്ട് വരുന്നത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ടൈമായിട്ട് കണക്കാക്കിയാൽ മതി. നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ 2 മുമ്പായിട്ട് നമ്മുടെ മാർക്കറ്റ് സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ ചാർട്ട് തയ്യാറാക്കി അമേരിക്കയിൽ നിന്ന് അപ്രൂവൽ മേടിച്ച് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ താരിഫ് ഫിക്സ് ചെയ്ത് നമ്മളെ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് കുറെ വിഡ്രോവൽസ് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാർക്കറ്റ് സ്റ്റേബിൾ ആണെന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാത്തിനും വിലയൊക്കെ കൂടിക്കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിലുള്ള പണിയായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, എക്കണോമിക്കിൽ ധാരണയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.